ടൈപ്പ് 4 ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ ആണ്. അവിടെ ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിന്റെ ഏരിയ എന്താണെന്നാണ് നമ്മൾ പഠിച്ചേക്കണേ, പൈ ആർ സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ ആണ്. എന്താണ് ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്? നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ റഫ് ഫിഗർ വരയ്ക്കണം. അപ്പൊ നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ കൊച്ചുങ്ങളെ, സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചു. ഈ ടോട്ടൽ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ 4 പോർഷന്റെ ഏരിയയും കൂടെ ടോട്ടലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ഒറിജിൻ 0 ആണ്. എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഒറിജിനിൽ കൂടെ പോണ സർക്കിളാണ്. 0 വരും. ദെൻ ഇവിടുത്തെ റൂട്ട് ഇവിടെ എ സ്ക്വയർ ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ A0 വരും. റേഡിയസ് ഓഫ് എ സർക്കിൾ, ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞത് എ ആണ് അല്ലെ. എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അപ്പൊ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, എ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയത് 0 ഇത് A0 എന്ന് എഴുതി. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് നിന്ന് വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് അല്ലെ. അപ്പൊ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അവിടെ അതിനകത്ത് വൈ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ therefore y ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അത് ആദ്യമേ y എഴുതി വെച്ചു. കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാം എക്സിന്റെ ലിമിറ്റ് ആണ് ഇവിടെ കിടക്കുന്നത് 0 to a അല്ലെ. അപ്പൊ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എന്ന് എഴുതിയാൽ മതി. ഏരിയ എന്ന് പറയുന്നത് എക്സിന്റെ ലിമിറ്റ് a to b, എക്സിന്റെ ലിമിറ്റ് കൊടുത്താൽ മതി. എക്സിന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ, ഡി എക്സ് ഇവിടെ വരുമ്പോ ഇവിടെ y. അപ്പൊ നമ്മുടെ എക്സ് ലിമിറ്റ് വന്നേക്കണം ഇത് 0 ഇത് A0. അപ്പൊ 0 to a dx, ഇവിടെ y വരും, y dx വരും. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, വൈയുടെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇവിടെ അങ്ങ് കൊടുക്കണം. അപ്പൊ 0 to a y എന്ന് പറയുന്നത് റൂട്ട് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് വരും. ഇത് നമ്മൾ മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷനിൽ പഠിച്ചൊരു ഫോർമുല തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഫോർമുല എന്നാ, x/2 ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ഏതാ വരുന്നത്, എയുടെ ഇവിടെ ഈ x/2 എഴുതി, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നെ എഴുതി, ഇത് ഫോർമുല തന്നെയാണ്. A²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. അപ്പൊ നമ്മുടെ ഫോർമുല കൊടുത്തു. അപ്പർ ലിമിറ്റ് 0 to a കൊടുത്തു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ ഇവിടെ കൊടുത്തു. ഇത് നമ്മൾ എല്ലായ്പ്പോഴും പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. കാരണം റൂട്ട് ഓഫ് A² മൈനസ് എ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ x/2 ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ A² മൈനസ് എ സ്ക്വയർ പ്ലസ് A²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ഇത് നമ്മുടെ ഫോർമുലയാണ്. അപ്പൊ ആ ഫോർമുലയാണ് ഇവിടെ വരുന്നത്. അത് അങ്ങനെ തന്നെ കൊടുത്തു. അപ്പർ ലിമിറ്റും നമ്മൾ കൊടുത്തു, ലോവർ ലിമിറ്റും കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വാല്യൂ പറയാം. അപ്പർ ലിമിറ്റ് കൊടുക്കുക ആദ്യം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് A/2 വരും. പക്ഷെ ഇവിടെ റൂട്ട് A² മൈനസ് എ സ്ക്വയർ വരും അല്ലെ. വേണേ കൊടുത്ത് കാണിക്കാം നമുക്ക്. അവിടെ A² മൈനസ് എ സ്ക്വയർ വരും പ്ലസ് A²/2 സൈൻ ഇൻവേഴ്സ് ഓഫ് A/a വരും. കാരണം ഈ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് എ വരും, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എ വരും, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എ വരും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 ആകുമ്പോൾ ഇത് 0 ആയിപ്പോയി, സൈൻ ഇൻവേഴ്സ് 0 എന്തായിപ്പോയി, 0 ആയിപ്പോയി. അപ്പൊ നമ്മളൊരു 0 അങ്ങ് എഴുതിയാൽ മതി, പിന്നെ അത് ചെയ്യാനൊന്നും പോകണ്ട. അപ്പൊ നമ്മുടെ ഇത് ഓൾറെഡി 0 ആയിപ്പോയി. അപ്പൊ നമ്മുടെ ആൻസർ എന്നാ, A²/2 സൈൻ ഇൻവേഴ്സ് ഓഫ്, ഈ എയും വെട്ടിപ്പോയിട്ട് 1 വരും. അപ്പൊ 1 വരും. ഇതെന്ന് പറഞ്ഞാൽ A²/2 ഇൻറ്റു π/2 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്നാ വരും, πa² ഡിവൈഡഡ് ബൈ 4 വരും. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞ ഇത് ഒരു പോർഷന്റെ ഏരിയ ആണ് ഇവിടെ ഈ വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പോർഷൻ ഉണ്ട്, 1 2 3, മൊത്തം ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 4 പോർഷൻ വരും. അപ്പൊ therefore റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും, റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു πa²/4 വരും. 4ഉം 4ഉം വെട്ടിപ്പോവും. അപ്പൊ ആൻസർ πa² വരും. അപ്പൊ നമ്മുടെ ഏരിയ, സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചേക്കണം, πr² ആണ്. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് a ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ πa² വരും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ A² പ്ലസ് y² ഈക്വൽ ടു 4. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ സർക്കിളിന്റെ പടം വരച്ചു. സർക്കിള് A² പ്ലസ് y² ഈക്വൽ ടു r² എന്ന് പറയുമ്പോൾ ഇവിടെ ഒറിജിൻ 0 വരും. റേഡിയസ് A² പ്ലസ് y² ഈക്വൽ ടു 2² ആണ്. 2² വരുമ്പോൾ നമ്മൾ റേഡിയസ് എന്താ തന്നെ
ദാറ്റ് ഈസ് ഈക്വൽ ടു 2 0 വരും, 2,0 വരും. അപ്പം ഇതാണ് സർക്കിളിൻ്റെ റേഡിയസ് 2 വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് 4 കൊണ്ട് പ്രോഡക്റ്റ് ചെയ്ത് നമുക്ക് ടോട്ടൽ ഏരിയ ആയി. നമ്മൾ ഏതിൻ്റെ ലിമിറ്റ് എടുക്കണേ? എക്സിൻ്റെ ലിമിറ്റ് അവിടെ 0 to 2 എടുക്കണേ. അപ്പോൾ ദെയർഫോർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ ലിമിറ്റ് എ ടു ബി എഫ് ഓഫ് എക്സ്. എക്സിൻ്റെ ലിമിറ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഡി എക്സ് വരും. ഡി എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? വൈ വരും. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ ടു ബി ഡി എക്സ്, ഡി എക്സിന് കറസ്പോണ്ടിങ് വൈ വരും. അപ്പോൾ നമ്മുടെ വൈ കണ്ടുപിടിക്കണം. കാരണം നമ്മൾ എപ്പോഴും എക്സിൻ്റെ ലിമിറ്റ് എടുക്കാവുന്നതല്ല, എക്സിൻ്റെ ലിമിറ്റ് എടുത്താൽ മതി. ദെൻ അടുത്ത വൈ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. നമ്മുടെ ഫോർമുല ഏതാ? എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ മക്കളെ? ഈ എസ് സ്ക്വയർ എങ്ങോട്ട് പോകും? 4ൻ്റെ അപ്പുറത്തേക്ക് പോകും അല്ലേ? അപ്പോൾ നമുക്ക് 4 മൈനസ് എസ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ വൈ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് √4 മൈനസ് എസ് സ്ക്വയർ വരും. അപ്പോൾ 4ന് നമ്മൾ ഇക്വേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 4നെ നമ്മൾ 2 സ്ക്വയർ എന്ന് എഴുതുക. 2 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതുക. ഇത് നമ്മുടെ ഒരു ഫോർമുലയാണ്. ആ ഫോർമുല നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ദെയർഫോർ ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എക്സിൻ്റെ ലിമിറ്റ് എവിടെ എന്താ? ഇത് കണ്ടോ, 0 മുതൽ 2 വരെ ഉള്ളത്. 0 to 2 എക്സിൻ്റെ ലിമിറ്റ് 0 to 2 ഇവിടെ ഡി എക്സ് വരും. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഏരിയ എക്സ് ഈക്വൽ ടു 0 to 2 വൈ എന്ന് പറഞ്ഞാൽ ഏതാ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കണേ? √2 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് വരും. ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ആ വാല്യൂ ഇവിടെ എടുത്തണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വരും. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ ഫോർമുലയിലേക്ക് കൊടുക്കുമ്പോൾ x/2 വരും, √2 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വരും, പ്ലസ് 2 സ്ക്വയർ ബൈ 2 വരും, സൈൻ ഇൻവേഴ്സ് ഓഫ് x/2 വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അതായത് നമ്മൾ ഇക്വേഷനകത്ത് ഇതിൻ്റെ ഫോർമുല കൊടുത്തു, x/2 അങ്ങനെ തന്നെ വരും, പിന്നെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും, പിന്നെ a സ്ക്വയർ ബൈ 2 അതായത് 2 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/2. നമ്മുടെ ഇക്വേഷൻ ഏതാ? √a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ x/2, ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ, a സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ആ ഇക്വേഷൻ്റെ അകത്തേക്ക് എ എന്ന് പറയുന്നിടത്ത് ഇവിടെ ഏത് വരും? 2 വരും. അത്ര ഒരു മാറ്റമുള്ളൂ. എ എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ 2 ഇട്ടു, അത്രയേ ഉള്ളൂ. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് എന്തായി പോകും? ആദ്യത്തെ 0 വരും. കാരണം 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് 2 സ്ക്വയർ ബൈ 2 വരും, സൈൻ ഇൻവേഴ്സ് 2/2 മാത്രം മതി. അപ്പം അപ്പുറം ഇപ്പുറം ഒരു 0 ഇട്ട് വെച്ചിട്ട് ഈ നടുക്കിലത്തെ ഈ 2 കൊടുക്കുമ്പോൾ ഉള്ള ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. ഇപ്പുറത്തെ ഒരു 0 ഇടുക, അപ്പുറത്തെ ഒരു 0 ഇടുക. അപ്പം നമുക്ക് ആൻസറായി. ഒരു 2 വെട്ടിപ്പോവും, 2 വരും, സൈൻ ഇൻവേഴ്സ് 2 വെട്ടിപ്പോയിട്ട് 1 വരും, സൈൻ ഇൻവേഴ്സ് 1 വരും. അപ്പോൾ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന മക്കളെ π/2 ആണ്. അപ്പോൾ ആൻസർ ഈസ് π വരും. നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ π കിട്ടും. അങ്ങനെയാണ് ഫോർ റിക്വയർഡ് ഏരിയ 4 ക്വാഡ്രന്റ് ഏരിയ ആണെങ്കിൽ എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു π ഏരിയ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ യൂണിറ്റ്. ഏരിയ ഓഫ് എ സർക്കിൾ. ക്ലിയർ ആയല്ലോ?